അതായത് വലിയ പണക്കാരുടെയോ വലിയ വലിയ സെറ്റുകൾ ഇട്ടിട്ട് വലിയ വീട്, വലിയ കാറ്, ഒരു മിഡിൽ ക്ലാസ്സിന് മുകളിലുള്ള സമ്പന്നന്മാരുടെ സിനിമകളില്ല. അതെല്ലാം മിഡിൽ ക്ലാസ്സിനും അതിന് താഴെയുള്ള സിനിമകളാണ്. ഏതെടുത്ത് നോക്കിയോളൂ. പ്രയാണം, ഒരു അമ്പലത്തിലെ മേൽശാന്തി, ഒരു പ്രണയം, അവിടെ ആരവം, തകര, ചാമരം, ലോറി, അങ്ങനെ വരുന്ന സിനിമകളെല്ലാം നോക്കിക്കോളൂ. വെങ്കലം, അമരം. അമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളുടെയാണ്. വെങ്കലം എന്ന് പറഞ്ഞാൽ വെങ്കലപാത്ര തൊഴിലാളികളുടെ വെങ്കലപാത്രമാണ്. ഇതേ ആള് തന്നെ അന്ന് സമയത്ത് ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ദേവരാഗം എന്ന് പറയുന്ന പടം 4 സംസ്ഥാനങ്ങളിൽ അന്ന് ഇറങ്ങുന്ന പടം. തീർച്ചയായിട്ടും 4 സംസ്ഥാനം. ഇപ്പൊ നമ്മുടെ ഇവിടെ നിന്നൊരു പാട്ടുകാരനോ ഡയറക്ടറോ ഒക്കെ ഇന്നത്തെ കാലത്ത് ഒരു പടം ഹിറ്റായി, അയാൾക്ക് തമിഴിൽ നിന്നൊരു ഓഫർ കിട്ടി, അയാൾ തമിഴ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് വലിയ വാർത്തയാണ്. ഇവിടെ നിന്നൊരു ഡയറക്ടർ തമിഴ്. പിന്നെ അന്ന് തേവർ മകനൊക്കെ അന്ന് അവിടെ സംസ്ഥാനം വിട്ടുള്ള പരിപാടികളാണ്. അന്നേ ഇവിടം വിട്ടിട്ടുള്ള എല്ലാ ഭാഷകളിലും പടം ചെയ്യാൻ പോകുന്ന വൻ പരിപാടിയാണ് ഈ തേവർ മകൻ. അതായത് ശിവാജി സാറ് ആ ഷൂട്ടിങ്ങിന് ഇടയ്ക്ക് പറയാണ്, എൻ്റെ സിനിമയ്ക്ക് സെറ്റ് പെയിന്റ് ചെയ്തിരുന്ന ആർട്ട് അസിസ്റ്റന്റ് ആണ് എൻ്റെ ഈ സിനിമയുടെ ഡയറക്ടർ. അത് വളരെ അഭിമാനത്തോടു കൂടിയാണ് ശിവാജി സാർ പറയുന്നത്.